ഹായ് നമസ്കാരം. ഡാർക്ക് വെബ് ഈ പേര് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ വരുന്നത് എന്തൊക്കെയോ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളാണല്ലേ? പക്ഷേ ഇതൊരു കെട്ടുകഥയൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് കണ്ടുപിടിക്കാൻ പോകുന്ന വളരെ സങ്കീർണമായൊരു ലോകമാണിത്. അപ്പോ ഇന്റർനെറ്റിന്റെ ഈ ഒളിഞ്ഞിരിക്കുന്ന ഭാഗത്തേക്ക് നമുക്കൊന്ന് പോയി നോക്കിയാലോ? ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ പേര്, ഇമെയിൽ, ഫോൺ നമ്പർ, എന്തിനേറെ പാസ്വേഡുകൾ വരെ ഇതൊക്കെ ഓൺലൈനിൽ ആർക്കെങ്കിലും വാങ്ങാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇതിന്റെ ഉത്തരം ഒരു പക്ഷേ നിങ്ങളെ ഞെട്ടിക്കും. അതെ, നിങ്ങളുടെ ഡാറ്റ വിൽപ്പനയ്ക്കുണ്ടാകാം. അതുമാത്രമല്ല, നിങ്ങൾ ചിന്തിക്കുന്നതിലും എത്രയോ കുറഞ്ഞ വിലയ്ക്ക്. ഞെട്ടിപ്പിക്കുന്നൊരു കാര്യമാണല്ലേ? അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്നറിയണ്ടേ? നമുക്ക് നോക്കാം. ശരി, ആദ്യം നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ഗൂഗിളും യൂട്യൂബും ഒക്കെ ഉണ്ടല്ലോ, അത് യഥാർത്ഥ ഇന്റർനെറ്റിന്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ്. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അപ്പോ ഇന്റർനെറ്റിന്റെ ശരിക്കുള്ള വലിപ്പം എത്രയാണെന്ന് നമുക്ക് കാണാം. ഇന്റർനെറ്റിന് നമുക്കൊരു മഞ്ഞുമലയായിട്ട് സങ്കൽപ്പിക്കാം. അതിന്റെ വെള്ളത്തിന് മുകളിൽ കാണുന്ന ആ 4% മാത്രം, അതാണ് സർഫേസ് വെബ്. അതായത് നമ്മൾ ഗൂഗിളിലും മറ്റും സെർച്ച് ചെയ്താൽ കിട്ടുന്ന സൈറ്റുകൾ. പക്ഷെ ആ മഞ്ഞുമലയുടെ 96%വും വെള്ളത്തിനടിയിലാണ്. അതാണ് ഡീപ് വെബ്. നമ്മുടെ പേഴ്സണൽ ഇമെയിലുകൾ, ഓൺലൈൻ ബാങ്കിംഗ്, ക്ലൗഡിൽ സൂക്ഷിക്കുന്ന ഫയലുകൾ, അതൊക്കെ ഈ ഡീപ് വെബിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ഡാർക്ക് വെബ് എന്താണ്? സത്യത്തില് അത് ഈ പറഞ്ഞ ഡീപ് വെബിന്റെ ഉള്ളില് മനഃപൂർവ്വം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു ചെറിയ ഭാഗമാണ്. ഇതിലേക്ക് കയറണമെങ്കിൽ പ്രത്യേക സോഫ്റ്റ്വെയർ തന്നെ വേണം. നമ്മുടെ സാധാരണ ഗൂഗിൾ ക്രോം വെച്ചിട്ടൊന്നും അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റില്ല. .onion എന്നൊക്കെ അവസാനിക്കുന്ന വെബ്സൈറ്റുകളാണ് ഇവിടെയുള്ളത്. ശരി, അപ്പൊ എങ്ങനെയാണ് ഇത്രയും വലിയൊരു അജ്ഞാതത്വം അല്ലെങ്കിൽ അനോണിമിറ്റി ഇവര് ഉണ്ടാക്കിയെടുക്കുന്നത്? ഇതിന് പിന്നിലുള്ള ടെക്നോളജി എന്താണെന്ന് നമുക്ക് നോക്കാം. അതാണ് ദി ഓനിയൻ റൂട്ടർ. ടോർ അഥവാ ദി ഓനിയൻ റൂട്ടർ. ഇതൊരു പ്രത്യേക സോഫ്റ്റ്വെയറാണ്. ഇതിന്റെ പ്രധാന ജോലി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓൺലൈൻ നീക്കങ്ങൾ പൂർണ്ണമായും രഹസ്യമാക്കി വെക്കുക എന്നതാണ്. ലോകം മുഴുവനുമുള്ള കുറേ കമ്പ്യൂട്ടറുകളിലൂടെ നമ്മുടെ ഇന്റർനെറ്റ് കണക്ഷനെ ഇങ്ങനെ കരക്കി വിട്ടാണ് ഇത് സാധിക്കുന്നത്. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നറിയാമോ? വളരെ രസകരമാണ്. നമ്മളൊരു വെബ്സൈറ്റിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ ടോർ നമ്മുടെ ആ റിക്വസ്റ്റിനെ ഒരു ഉള്ളി പോലെ പല പല ലെയറുകളുള്ള എൻക്രിപ്ഷൻ കൊണ്ട് പൊതിയും. എന്നിട്ട് ലോകത്തിന്റെ പല ഭാഗത്തുള്ള കുറേ കമ്പ്യൂട്ടറുകൾ വഴി അതിനെ ഇങ്ങനെ തട്ടിത്തട്ടി വിടും. ഓരോ കമ്പ്യൂട്ടറിലും എത്തുമ്പോൾ ആ ഉള്ളിയുടെ ഓരോ പാളി അഴിച്ചുമാറ്റും. അപ്പോ അടുത്ത കമ്പ്യൂട്ടർ ഏതാണെന്ന് മാത്രം അതിന് മനസ്സിലാകും. അതുകൊണ്ട് നിങ്ങൾ എവിടെ നിന്നാണ് തുടങ്ങിയതെന്നോ അവസാനം എങ്ങോട്ടാണ് പോകുന്നതെന്നോ ഇതിനിടയിലുള്ള ഒരു കമ്പ്യൂട്ടറിനും ഒരുമിച്ചറിയാൻ പറ്റില്ല. ഫലം പൂർണ്ണമായ അജ്ഞാതത്വം. ആർക്കും നിങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇത്രയൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും, ആരാണ് ഈ അജ്ഞാതത്വം നൽകുന്ന ടെക്നോളജി ഉണ്ടാക്കിയതെന്ന്? ഏതെങ്കിലും ഹാക്കർമാരുടെ സംഘമോ അതോ കുറ്റവാളികളോ? എന്നാൽ ഉത്തരം നിങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തും. സത്യം പറഞ്ഞാൽ ഇതുണ്ടാക്കിയത് സാക്ഷാൽ അമേരിക്കൻ ഗവൺമെന്റാണ്. അതെ, US നേവൽ റിസർച്ച് ലാബ്. എന്തിനാണെന്നോ? അവരുടെ സ്വന്തം ചാരന്മാർക്ക് രഹസ്യമായി വിവരങ്ങൾ കൈമാറാൻ. പിന്നൊരു ബുദ്ധി തോന്നി, തങ്ങളുടെ ഏജന്റുമാര് മാത്രം ഇതുപയോഗിച്ചാൽ പെട്ടെന്ന് തിരിച്ചറിയാലോ. അതുകൊണ്ട് ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടി ഇത് ഫ്രീ ആയി അങ്ങ് തുറന്നുകൊടുത്തു. അങ്ങനെ വലിയൊരു ആൾക്കൂട്ടത്തിനിടയിൽ തങ്ങളുടെ ആളുകളെ ഒളിപ്പിക്കാമല്ലോ. അതാണ് സംഭവിച്ചത്. അപ്പോ ഇവിടെയാണ് കഥയുടെ ട്വിസ്റ്റ്. ഈ ടെക്നോളജി ഒരു ഇരുതലമൂർച്ചയുള്ള വാളായി മാറി. അതായത് നായകന്മാർക്കും വില്ലന്മാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്ന്. ഒരു വശത്ത് ഇത് വലിയൊരു നന്മയുടെ ഉപകരണമായി. എഡ്വേർഡ് സ്നോഡനെ പോലുള്ള ആളുകൾക്ക് ഗവൺമെന്റിന്റെ രഹസ്യങ്ങൾ പുറത്തുവിടാൻ ഈ അജ്ഞാതത്വം സഹായിച്ചു. അറബ് വസന്തം പോലുള്ള സമരങ്ങളിൽ ഏകാധിപത്യത്തിനെതിരെ സംഘടിപ്പിക്കാനും പ്രതിഷേധിക്കാനും സാധാരണക്കാർക്ക് ഒരു പ്ലാറ്റ്ഫോം കിട്ടി. ഇതൊക്കെ ഡാർക്ക് വെബിന്റെ നല്ല മുഖമാണ്. പക്ഷേ ഇതേ അജ്ഞാതത്വം തന്നെ മറുവശത്ത് കുറ്റകൃത്യങ്ങളുടെ ഒരു ലോകത്തിനും വാതിൽ തുറന്നുകൊടുത്തു. വെളിച്ചമുള്ളയിടത്ത് നിഴലുമുണ്ടാകുമല്ലോ, അതുപോലെ. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സിൽക്ക് റോഡ് എന്ന് കേട്ടിട്ടുണ്ടോ? അത് നിയമവിരുദ്ധ സാധനങ്ങൾ, പ്രത്യേകിച്ച് മയക്കുമരുന്ന് വിൽക്കുന്ന ഒരു ഓൺലൈൻ മാർക്കറ്റായിരുന്നു. ഒരു തരം ഡാർക്ക് വെബിലെ ആമസോൺ. വെറും 2 വർഷം കൊണ്ട് ഏകദേശം $20 കോടി കച്ചവടമാണ് അവിടെ നടന്നത്. ഓർക്കണം, ഇതെല്ലാം നിയമവിരുദ്ധമായി. അപ്പോ ഒരു സംശയം വരാം, ഡാർക്ക് വെബിലുള്ള എല്ലാം ഇല്ലീഗലാണോ? അല്ല, സത്യം അതല്ല. പക്ഷെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 57% ഉള്ളടക്കവും നിയമവിരുദ്ധമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതായത് പകുതിയിൽ കൂടുതൽ.
ഇനി ഇതൊക്കെ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് നോക്കാം. എന്തൊക്കെയാണ് ഇതിലുള്ള അപകടങ്ങൾ? ഡാറ്റ, വഞ്ചന, പിന്നെ യഥാർത്ഥ അപകടങ്ങൾ. ഓർമ്മയുണ്ടോ, നമ്മൾ ആദ്യം സംസാരിച്ചു തുടങ്ങിയത് നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റയുടെ കാര്യമാണ്. ആ വിഷയം എത്രത്തോളം സീരിയസ് ആണെന്ന് കാണിച്ചു തരുന്ന ഒരു യഥാർത്ഥ ഉദാഹരണം ഞാൻ പറയാം. നമ്മളിൽ പലരും ഉപയോഗിക്കുന്ന ഡ്യുവലിംഗോ എന്ന ഭാഷ പഠിപ്പിക്കുന്ന ആപ്പുണ്ടല്ലോ, അവിടെ നിന്ന് 26 ലക്ഷം ആളുകളുടെ വിവരങ്ങൾ ചോർന്നു. ഈ വലിയ ഡേറ്റാബേസ് ഡാർക്ക് വെബിൽ വിറ്റത് എത്ര രൂപയ്ക്കാണെന്നറിയാമോ? വെറും $1500. അതായത് ഒരാളുടെ വിവരത്തിന് ₹1 പോലും വിലയില്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ. അപ്പോ ഈ ഡേറ്റ വെച്ച് കുറ്റവാളികൾ എന്തു ചെയ്യും? അവർക്ക് നിങ്ങളുടെ പേരിൽ വ്യാജ ഇമെയിലുകൾ അയച്ച് പണം തട്ടാം, നിങ്ങളുടെ പേരിൽ ലോണിന് അപേക്ഷിക്കാം, എന്തിന് നിങ്ങളുടെ സിം കാർഡ് വരെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ബാങ്കിൽ നിന്നും വരുന്ന OTPകൾ മോഷ്ടിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇനി ഡാർക്ക് വെബിന്റെ ഏറ്റവും ഭയാനകവും അറപ്പുളവാക്കുന്നതുമായ ഒരു വശമുണ്ട്. കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന ദൃശ്യങ്ങൾ കൈമാറ്റം ചെയ്യുന്ന ഒരു വലിയ കേന്ദ്രമായി ഇത് മാറിയിരിക്കുന്നു. ഇത് പറയാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ 2014 നടന്ന ഒരു പഠനം കണ്ടെത്തിയത് അവിടുത്തെ ഇന്റർനെറ്റ് ട്രാഫിക്കിന്റെ 80% ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു എന്നാണ്. അത്രയും ഭീകരമാണ് സാഹചര്യം. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് എന്തു മനസ്സിലാക്കാം? ഡാർക്ക് വെബ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്ഥലമല്ല, മറിച്ച് അത് മനുഷ്യത്വത്തിന്റെ നേരെ പിടിച്ചൊരു കണ്ണാടിയാണ്. അതെ, നമ്മുടെ ഏറ്റവും ധീരമായ നല്ല വശങ്ങളും അതേസമയം നമ്മുടെ ഏറ്റവും ഇരുണ്ട മോശമായ ചിന്തകളും ഒരുപോലെ പ്രതിഫലിക്കുന്ന ഒരു തരം കണ്ണാടി. ഒരേ ടെക്നോളജി തന്നെ രണ്ടിനും വേദിയാകുന്നു. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടൊരു മുന്നറിയിപ്പ് തരാനുണ്ട്. ഡാർക്ക് വെബ് വെറുമൊരു കൗതുകത്തിന് കയറി നോക്കാനുള്ളൊരു ടൂറിസ്റ്റ് സ്ഥലമല്ല. ശരിക്കുമുള്ള മാനസികവും സുരക്ഷാപരവുമായ അപകടങ്ങൾ അവിടെയുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അവസാനമായി, ഈ വിഷയം നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു വലിയ ചോദ്യത്തിന് മുന്നിലാണ് നിർത്തുന്നത്. ഓൺലൈൻ ലോകത്തെ ഈ അജ്ഞാതത്വം അല്ലെങ്കിൽ അനോണിമിറ്റി അത് സംരക്ഷിക്കപ്പെടേണ്ട ഒരു മൗലികാവകാശമാണോ, അതോ സമൂഹത്തിന് തന്നെ അപകടകരമായ ഒരു ബാധ്യതയായി മാറുന്നുണ്ടോ? ഇതിനൊരു എളുപ്പമുള്ള ഉത്തരമില്ല. നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കൂ.